VTOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ്, ഇത്തരത്തിൽ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടാണ് KSRTCയിൽ നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ KSRTC നേരിട്ട് നടത്തുന്ന പുകപരിശോധനാ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള വൻ തട്ടിപ്പ് നടക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ആദ്യമായിട്ട് ജനം TVക്ക് 1000 അഭിവാദ്യങ്ങൾ നേരുന്നു ഇതുപോലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതിന്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആദ്യമായി ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ നേരുന്നു. പറയാം. കേരളത്തിലെ പുകപരിശോധനാ കേന്ദ്രങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അതെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റിന്റെ കേൾക്കാം, പറഞ്ഞോളൂ. കേന്ദ്ര ബേസിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് പുകപരിശോധനാ കേന്ദ്രങ്ങൾ. അതെ. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ പുതുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് ദിനം പ്രതി ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KSRTCയിൽ പുതുതായി മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പ്രവർത്തനത്തെ ഞങ്ങൾ അതിനെ എതിരെ പോവുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നത്, ഞങ്ങൾ ഒരുപാട് പരാതികൾ കൊടുത്ത വിഷയങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ OTT നിലവിൽ വന്നതിന് ശേഷം വ്യാജമായി ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും സർട്ടിഫിക്കറ്റുകളോട് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പം ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് കേരളത്തിൽ തന്നെ സർക്കാരിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിന്റെ മറ്റ് മേഖലയിലെ KSRTC വാഹനങ്ങൾക്ക് ഒരു മാനദണ്ഡവുമില്ലാണ്ട് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു പരിശോധനയും ഇല്ലാതെയാണ്. വലിയ ക്രമക്കേട്, തട്ടിപ്പ്, ഒരു അഴിമതി തന്നെയാണ് ഇതിന് പിന്നിലല്ലേ? തീർച്ചയായിട്ടും അഴിമതി തന്നെയാണല്ലോ. ആരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്നത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഇതിനുവേണ്ടി ആരൊക്കെ ഒത്താശ ചെയ്തു അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് സംഘടനാ ഞങ്ങൾക്ക് പറയാനുള്ളത്.